ഇവിടെ നിന്ന് ബോട്ടിൽ കയറിയിട്ട് നല്ല ആഘോഷമാണ്. ഉച്ചയാകുമ്പോഴത്തേക്കും വെള്ളം കുറച്ചുകൂടെ കുറയും തോന്നും. ഇതുകൊണ്ട് അവിടെ ഒരു കൊടി പോലെ സാധനം കാണിച്ചിട്ടുണ്ട്. ആൾക്കാർക്ക് അവിടെ നിന്ന് വരെ നടന്നു വരെ പോകാം. ഏകദേശം നമുക്കിവിടെ 1 മണിക്കൂറോളം ഹായ് ഫ്രണ്ട്സ്, നമ്മൾ സാമ്പ്രാണിക്കൊടി എന്ന സ്ഥലത്ത് കൊല്ലം ജില്ലയിലെ പ്രശസ്തമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് സാമ്പ്രാണിക്കൊടി. അവിടെയാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ അഞ്ചാലുമൂടിൽ നിന്ന് കൊല്ലം അഞ്ചാലുമൂട് പ്രാക്കുളം എന്ന സ്ഥലത്ത് നിന്നും വന്നിട്ട് വേണം നമ്മൾ പോകേണ്ടത്. ഇവിടെ വന്നതിന് ശേഷം ഒരാൾക്ക് 150 രൂപ ടിക്കറ്റ് എടുത്ത് ബോട്ട് വഴിയാണ് നമ്മൾ സാമ്പ്രാണിക്കൊടി ഐലൻഡിൽ എത്തുന്നത്. എന്തായാലും അവിടെ വരെ പോവാം. ഇവിടെ നിന്ന് ബോട്ടിൽ കയറിയിട്ട് വേണം പോകാൻ. അങ്ങ് കാണുന്ന ഐലൻഡാണ് സാമ്പ്രാണിക്കൊടി ഐലൻഡ്. ഇവിടെ നിന്ന് ബോട്ടിൽ കയറി വേണം നമ്മൾ യാത്ര ചെയ്യാൻ. നമ്മുടെ ടിക്കറ്റ് ഇതാണ് 150 രൂപയുടെ ടിക്കറ്റ്. ഈ ടിക്കറ്റ് എടുത്തിട്ട് വേണം കയറാൻ. ആവശ്യം പോലെ ആളുണ്ട്. ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. ഇതാണ് അങ്ങേ കരയെ കാണുന്ന സാമ്പ്രാണിക്കൊടിയാണ്. 1 മണിക്കൂർ നമുക്ക് സാമ്പ്രാണിക്കൊടി ഐലൻഡിൽ ചെലവഴിക്കാം. നമ്മളിപ്പോൾ സാമ്പ്രാണിക്കൊടിയിൽ നിന്ന് ബോട്ടിൽ കയറിയിട്ടുണ്ട്. ബോട്ടിൽ യാത്ര ആരംഭിച്ചു. സാമ്പ്രാണിക്കൊടി എന്ന ഐലൻഡിലേക്കാണ് പോകുന്നത്. നല്ല 180 രൂപ കൊടുത്തൊരു നല്ല ഉല്ലാസകരമായ ഒരു ബോട്ട് യാത്ര നടത്താനുള്ള അവസരമാണ് ലഭിക്കുന്നത്. സാമ്പ്രാണിക്കൊടി ബോട്ട് കെട്ടി വന്ന് ഇറങ്ങി. ഇവിടുന്ന് വെള്ളത്തിൽ കൂടെ വേണം അക്കരെ നടന്ന ഐലൻഡിലോട്ട് എത്താൻ. ഒരു 10-15 മീറ്ററോളം വെള്ളത്തിൽ കൂടെ നടന്നു വേണം. ഞാനും വരും. വെള്ളത്തിൽ വെള്ളത്തിൽ ഇറങ്ങി നടന്നു. നല്ല ആഘോഷമാണ്. നല്ല അടിപൊളി ആഘോഷം. നടക്കട്ടെ. വള്ളം തുഴയാനെങ്കിൽ തുഴഞ്ഞോ. ഇതാണ് സാമ്പ്രാണി തുരുത്ത് എന്ന് പറയുന്ന ഐലൻഡ്. കണ്ടൽ ചെടി കൊണ്ട് നിബിഡമായിട്ടുള്ള ഇത്. വളരെ നിരപ്പായി കിടക്കുന്ന മുട്ടിന് വെള്ളമുള്ള ഇതാണ്. ഇതിപ്പോൾ ശനിയാഴ്ച സെക്കൻഡ് സാറ്റർഡേ അവധിയായതുകൊണ്ട് ഭയങ്കര ആയിട്ട് ആൾക്കാരുണ്ട്. ഇവിടെ തന്നെ വെള്ളത്തിൽ നിന്ന്
കച്ചവടം നടത്തുന്ന ടീംസാണിത്. കുലുക്കി സർബത്ത് എല്ലാം വെള്ളത്തിൽ കുലുക്കി സർബത്ത് കച്ചവടമാണിത്. ചേച്ചി എന്താ ചേച്ചി സ്പെഷ്യൽ? മിക്സ് തരാമോ ചേച്ചി? ഒരു മിക്സ് ആയിട്ട് തരാം. ഒരു മിക്സ് ആക്കി അവരുടെ ഇത് നോക്കാം. വേലയേറ്റ സമയം, അതുകൊണ്ട് ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും വെള്ളം കുറച്ചുകൂടെ കുറയും പോകും. ധാരാളം എനിക്ക് തദ്ദേശവാസികളും അല്ലാത്ത അന്യ ജില്ലക്കാരുമായിട്ട് ധാരാളം പേരുണ്ട്. ഇഷ്ടംപോലെ കോളേജുകൾ, സ്കൂളുകളും മറ്റ് സംഘടനകളും ഒക്കെ ആവശ്യം പോലെ ഇതായിട്ട് വന്നിട്ടുണ്ട്. എനിക്കുള്ള അഭിപ്രായത്തിൽ കൊല്ലം ജില്ലയിലെ ഏറ്റവും നല്ല ഒരു വിനോദസഞ്ചാര മേഖലയായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ സാമ്പ്രാണിക്കൊടി എന്ന് പറയുന്നത്. ഇഷ്ടംപോലെ ആൾക്കാർ, അപ്പം തന്നെ ആയിരക്കണക്കിന് ആൾക്കാർ ഇന്നത്തെ ദിവസം തന്നെ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഈ സ്ഥലം. ഞാൻ നിങ്ങളോട് പറയാനുള്ളത്, ഇങ്ങനെയുള്ള നല്ല മനോഹരമായ ഒരു ടൂറിസ്റ്റ് പ്ലേസ് കളഞ്ഞിട്ടാണ് നമ്മൾ മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ ഇങ്ങനെ ട്രാവൽ ചെയ്തു പോകുന്നത്. സ്വന്തം നാട്ടിലുള്ള സാധനത്തിന് യാതൊരു വിലയില്ല എന്ന രീതിയാണ്. നിങ്ങൾ ഒക്കെ ഇവിടെയൊക്കെ ഇതിപ്പം ഇവിടെ ഒന്ന് കാണണം. ജീവിതത്തിൽ നല്ലൊരു അനുഭവമായിരിക്കും. ഇപ്പം വെക്കേഷൻ ടൈമാണ്. പിള്ളേർക്ക് അങ്ങനെയുള്ളവർക്ക് കൊണ്ടുപോകണം, വന്ന് കാണാനൊരു അവസരം ഉണ്ടാക്കണം. ജീവിതത്തിൽ ഇതുപോലൊരു അവസരം എനിക്ക് കിട്ടിയെന്ന് വെച്ചിട്ടാണ് ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആൾക്കാർ ഈ വെള്ളത്തിൽ 24 മണിക്കൂറില്ലെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളത്തിലിരുന്ന് ചെയ്യുന്ന ഇവരുടെ അവസ്ഥയെന്ന് ആലോചിച്ചു. ഇതുകൊണ്ട് അവിടെ ഒരു കൊടി പോലെ സാധനം കാണിച്ചിട്ടുണ്ട്. ആൾക്കാർക്ക് അവിടെ നിന്ന് വരെ നടന്നു വരെ പോകാം. മറ്റു കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല. നല്ല നിരപ്പായ സ്ഥലമായതുകൊണ്ട് കുഴപ്പമില്ല. അവിടം വരെ നടന്നു പോകാം. അപ്പുറത്തേക്ക് പോയാൽ ഈ പറഞ്ഞ ചേട്ടൻ ഒരു കക്ഷിയോടെ ഇപ്പോൾ അദ്ദേഹം അതിനപ്പുറത്തേക്ക് പോകരുത് വിലക്കുന്നുണ്ട്. ഏകദേശം നമുക്കിവിടെ 1 മണിക്കൂറോളം സ്പെൻഡ് ചെയ്യാം. എന്തായാലും ഇവിടെ വന്ന് കണ്ട് കാഴ്ചകളൊക്കെ കണ്ട് കാണാം. പിള്ളേരെയൊക്കെ കൊണ്ടുവരാൻ വളരെ സന്തോഷമായിരിക്കും അവർക്ക്. വളരെ ആവശ്യമുള്ള ആൾക്കാർ ഇവിടെ ഡെയിലി വരുന്നുണ്ട്. അപ്പം ഇപ്പം അങ്ങോട്ട് വെക്കേഷൻ ആകുമ്പോഴാണ്. വെക്കേഷൻ ആയിക്കഴിഞ്ഞാൽ ഭയങ്കരമായ ആൾക്കാർ ഇവിടേക്ക് വരും. ഇപ്പോഴാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ച് പേരെ കൊണ്ടുവന്നുണ്ട്. വെക്കേഷൻ ആയിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത അവസ്ഥ. വരാം, കാണാം. നല്ലൊരു അനുഭൂതിയാണ്. നിങ്ങളും വരുമെന്നുള്ള പ്രതീക്ഷ. എന്തായാലും എല്ലാവരും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി വരുന്നിടം വരെ നന്ദി, നമസ്കാരം. താങ്ക് യു. സാമ്പ്രാണിക്കൊടിയിൽ നിന്ന് മടങ്ങുകയാണ്. ഞാൻ ഏകദേശം 1 മണിക്കൂറോടെ സ്പെൻഡ് ചെയ്തു. ഞാൻ ബോട്ടിൽ കയറി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.